അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാത്ത 3 കാര്യങ്ങളാണ്: ഹൗ ടു മേക്ക് മോർ മണി, ഹൗ ടു കീപ്പ് മണി, ഹൗ ടു ഇൻവെസ്റ്റ് മണി. രണ്ടാമത്തെ ബക്കറ്റിൽ 10%, നമുക്കിപ്പോൾ 10,000 രൂപയാണെങ്കിൽ 1,000 രൂപ എമർജൻസി ബക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തോളാം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അപകടമോ ആക്സിഡൻറ്റോ മറ്റേ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ എമർജൻസി ബക്കറ്റാണ് ഉപയോഗിക്കാനായിട്ട്. ഇനി മൂന്നാമത്തെ ബക്കറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബക്കറ്റ് എന്ന് പറയും. നമ്മൾക്ക് 60 വയസ്സ് വരെയാണ് മാക്സിമം നമുക്ക് ജോലി ചെയ്യാൻ പറ്റണം. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഒരു ശരാശരി മനുഷ്യന് 95 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന പറയണം, ആവറേജ് എടുക്കും. അവിടെ വരുമ്പോൾ നമുക്ക് 60 വയസ്സുള്ള നമ്മൾ 95 വയസ്സിൽ ജീവിക്കണം എന്ന് പറയും, 35 കൊല്ലം ജോലി ഇല്ലാതെ ജീവിക്കേണ്ടി വരും. അപ്പം നമുക്കുള്ള ബക്കറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബക്കറ്റ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ എത്രയാണ് 10% അതിലേക്ക് മാറ്റി വെക്കുക. പിന്നെയാണ് ഒരു 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ബക്കറ്റ് എന്ന് പറയും. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യം. ഇന്നത്തെ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിക്കോട്ടെ, ബാക്കി ഏത് എംപ്ലോയീസ് ആയിക്കോട്ടെ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ തന്നെ ഫുൾ ടൈം അതിലിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകും. പക്ഷേ ആ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും പഠിക്കണം. വീണ്ടും പഠിച്ച് എങ്ങനെ എനിക്ക് അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ